ഗൈസ് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ബോർഡ്സിലുണ്ട് വന്നിരിക്കുക ചെടികളൊക്കെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പോൾ മക്കളെ നമ്മുടെ വീടിന്റെ മുഖച്ഛായ അങ്ങനെ മാറി നിൽക്കുകയാണല്ലേ. ഒരുപാട് സന്തോഷത്തിലാണ് നമ്മൾ നമ്മുടെ വീടിന്റെ മുന്നിൽ നിൽക്കണേ. അപ്പോൾ ഞാൻ വീടിന്റെ ഔട്ട് ഇപ്പോൾ ഇറക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട് ഇറക്കാച്ചിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഫൈനലായി വരുന്നുണ്ട്. അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് പെയിന്റിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഇവിടെ പണി നടന്നു നോക്കണം. അതിന്റെ ഇടയിലാട്ടോ നിൽക്കുന്നത്. പെയിന്റിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിന്റെ ഹോം ടൂർ ഇറക്കണം. വീട് എങ്ങനെയുണ്ട്? ഈ വിചാരിച്ചിരുന്നു അങ്ങനെ ആവുന്നു? ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. മൊത്തം നമ്മുടെ ലാവിറ്റോ ഗ്രൂപ്പിനോട് കൊടുത്തിറക്കാണ് കേൾക്കുക. ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്ര നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിക്ക് പോലെ ചെയ്തെന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സുട്ടക്കുട്ടിയുടെ വീടാണ്. വാപ്പ കുറേ വാടക വീട്ടിൽ നിന്നാലും എൻ്റെ സുട്ട ഒരു നല്ല ഒരു വീട്ടിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നിലനിർത്തി തരട്ടെ. അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എടുക്കുന്നത് ഗൈസ്. പിന്നെ ഇനി വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പം എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്ന എമ്മന്റെ ബെഡ്. അപ്പൊ നമുക്കും നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ പഴയ പേരയില് എമ്മന്റെ ബെഡ് ഇടാൻ പറ്റിയ ഒരു കട്ടിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എമ്മന്റെ ബെഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സാധനമാണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടില് അതുപോലത്തെ ഒരു മാട്രസ് ഉപയോഗിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മാട്രസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത് ഞാനിപ്പോൾ കൊണ്ടുവന്നത് പിടിക്കണമെങ്കിൽ 2 ആൾ വേണം. അപ്പോൾ 2 ആൾ കൂടി പിടിച്ചിട്ട് ഞങ്ങൾ സാധനം കാണിച്ചു തരാം. അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ ലൈഫിലെ കുറച്ച് സന്തോഷങ്ങളും നിങ്ങളോട് പങ്കിടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത എമ്മ ബെഡ് കാണിച്ചു തരാം. അതിൻ്റെ ഉപയോഗങ്ങളും കാണിച്ചു തരാം. അതിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളതും പറഞ്ഞു തരാം. അതിൻ്റെ ഓഫറുകൾ എന്താണെന്നുള്ളതും പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങേണ്ടതെന്നുള്ളതും പറഞ്ഞു തരാം. അപ്പോൾ വീട്ടിലൊരു ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം അല്ലേ. അപ്പോൾ എന്തായാലും ബെഡ് കൊണ്ടുവരാം. ഇതാണ് നമ്മളിവിടെ എമ്മയുടെ ബെഡ് ഗൈസ് അല്ലേ. ഇത് വന്നു. അപ്പോൾ എന്തായാലും ഈ ബെഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഈ ബെഡ് വിരിച്ച് ജർമ്മൻ ബ്രാൻഡാണ് കേട്ടോ. ജർമ്മൻ ബ്രാൻഡാണ് വരുന്നത്. എല്ലാവരും ഇങ്ങനെ വീഡിയോയും ഇത് ചെയ്ത് കോഴിമുട്ടയൊക്കെ ഇട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പൂതി ഉണ്ടാകും നമ്മുടെ വീട്ടിലും ഇതുപോലത്തെ ഒരു ബെഡ് വെക്കണം എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്കൊരു മാട്രസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാട്രസ് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞതല്ലേ. അപ്പൊ എമ്മ ബെഡ് അങ്ങനെ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് ആണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ബെഡില് കടന്നുറങ്ങണം എന്നുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അല്ലെ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് ഇതിന്റെ റിവ്യൂ ഒക്കെ പറയുന്നത് നമ്മളെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഇതിന് എന്താണ്, ഇതിൽ എങ്ങനെയാണ് കടന്നിട്ടുള്ള കാര്യങ്ങള്, പിന്നെ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് പൊട്ടുണ്ടോ എന്നൊക്കെ അല്ല കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് ആ ചാടി നോക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ കടന്നു നോക്കുന്നുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ആണോ എന്നുള്ളത് ഞാനൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അത് നല്ല ടെസ്റ്റ് വേണമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ എമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിത് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ബെഡ് പൊട്ടിക്കാൻ അതിനുള്ളിൽ വേറൊരു സംഭവം ഉണ്ട് അല്ലേ, അത് കാണിച്ചതാ. അപ്പോ ഇതാ അടിപൊളി പാക്കിംഗ് ആണ്, അടിപൊളി നല്ല സെക്യൂർഡ് ആയിട്ട്. നിങ്ങളിപ്പോ കാണുമ്പോ ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു സാധനമാണ്, പക്ഷെ ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഇത് എത്ര വലിയ ബെഡാണ് എന്താണെന്നുള്ളതൊക്കെ. നമ്മുടെ ഇഷ്ടം, നമ്മളെ അളവുകൊണ്ട് കൊടുത്ത നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബെഡ്. ഈ ബെഡിന് നമ്മൾ എടുത്ത് ഇതെങ്ങനെയാണ് ഇത്ര ചെറുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണം എന്നുള്ള സംശയം നമുക്ക്. അപ്പം അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. എടുക്കുക, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ തന്നെ സിനുവിൻ്റെ ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പൊക്ക് സിനോ, പൊക്ക്. എന്തേ, അതാണ് ഇതിന്റെ ക്വാളിറ്റി. സാധാ സാധനമല്ലോ. ഞാൻ അവിടുന്ന് ഏറ്റിക്കൊടുത്ത് എനിക്കറിയാം ഇതിന്റെ വെയിറ്റ് എത്രയാണ്. പണ്ട് വെട്ടെല്ലാം കയറ്റുമ്പോ വേഗം പൊന്തിയായിരുന്നു. ഇത് പൊന്തലില്ല കേട്ടോ. അത്യാവശ്യം വെയിറ്റും നല്ല ക്വാളിറ്റിയാണ്. കാരണം അത്രയ്ക്കും പവറാണ്. ആ തല പിടിച്ചാൽ വെക്കി. ഞാൻ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ.
അങ്ങനെയല്ല. ഞാൻ ബാത്റൂമിലോട്ട് പോകണം. പോട്ടെ, റെഡി, 1 2 3 ഇതാണ് ബെഡ്. അപ്പൊ ഇത് കട്ട് ചെയ്യണം. ഇതിന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കത്തിലൊന്നും ആവശ്യം ഇതിനില്ല കേട്ടോ. ഇതിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലേഡും കാര്യങ്ങളൊക്കെ ഇവരെന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി കത്തിയുടെ ആവശ്യം നമുക്കില്ലെന്നാ. ഇത് നമുക്ക് എന്താക്കാം, ബെഡ് അത് മാറ്റി, അവിടെ മാറ്റി ബെഡിന്റെ മുകൾക്ക് ഇട്ടിട്ട് കട്ട് ചെയ്യാം. കാരണം ഇവിടുന്ന് നമുക്ക് എടുത്ത് വെക്കാനേ അത്യാവശ്യം പണിയാണ്. ഓക്കെ, അപ്പൊ നല്ല കോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിതിന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കട്ട് ചെയ്യാൻ ഗൈസ്. നമ്മളിതിന്റെ ബ്ലേഡ് കൊണ്ട് മൊത്തം കട്ട് ചെയ്തെടുക്കുകയാണ്. ശരിക്കും വൃത്തിക്കൊക്കെ കട്ട് ചെയ്യാട്ടോ. ഇത് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് ഇതൊരു ഐഡിയ എനിക്ക് നിശ്ചയിട്ടില്ല. സാധാരണ ഇത് കട്ട് ചെയ്തൊക്കെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്യലുണ്ട്. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്തോളി അല്ലേ. നമ്മളെന്തായാലും ഇതിന്റെ ഉള്ളിൽ ഞാൻ എടുക്കും സാധാ. ഓക്കെ, ഇത് നമുക്ക് സൈഡ് പിടിക്കാൻ, ബെഡ് പിടിക്കാനായിട്ട് 2 ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സാധനത്തിൽ നമ്മുടെ ബെഡിന് കറക്റ്റായിട്ട് നമ്മൾ കട്ടിന്റെ കറക്റ്റ് അളവിനാട്ടോ നമ്മൾ പറഞ്ഞ അതേ അളവിന് കസ്റ്റമൈസ് ചെയ്തിട്ട് പോലും തന്നിട്ടുണ്ട്. ഓക്കെ, ലേശം പോലും മാറ്റമല്ല. ഫുള്ള് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞുതരാം. സത്യത്തിൽ ആകെ വിചാരിച്ചു. അപ്പൊ മക്കളെ, നമ്മുടെ എമ്മ ബെഡ് നമ്മുടെ കട്ടിലിട്ടിട്ടുണ്ട്. എന്താ അതിന്റെ ചുരുക്കല്ലേ. ഈ എമ്മ ബെഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച് പോകുന്ന ഒരു മാട്രസ് ആണ് ഈ എമ്മ. ഇത് ആളുകൾ ഇങ്ങനെ വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും കംഫർട്ടാണ്. അതുപോലെ തന്നെ 100 നൈറ്റ് ഫ്രീ ട്രയൽ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് 100 ദിവസം നമുക്ക് ട്രയൽ തരും. നമുക്കത് ഉപയോഗിച്ച് നമുക്കത് കംഫർട്ട് അല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചയക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി എമ്മ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ്. അതായത് നമ്മൾ മാട്രസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും പിന്നെ നോ കോസ്റ്റ് EMI ആയിട്ടും നമുക്ക് ഇവർ വീട്ടിൽ എത്തിച്ചു തരും കേട്ടോ. പിന്നെ ഇതിൽ സ്പെഷ്യൽ ബ്ലേഡ് ഫോർ കട്ടിങ് ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഒരു പരിക്കും പറ്റില്ല. നമ്മൾ സാധാ ഒരു കത്തിയോണ്ടൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയോണ്ടൊക്കെ വെച്ചാൽ നമുക്ക് അതിന് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റും. ഇതുകൊണ്ട് ഇതിലൊരു പ്രശ്നം വരില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 55% ഓഫർ ഉണ്ട് കേട്ടോ ഇതിന്റെ വെബ്സൈറ്റിൽ. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള KTD 55 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 15% ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഈ ബെഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കടന്നു കഴിഞ്ഞാൽ ഉറങ്ങണ നമ്മൾ അറിയില്ല കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ലെയറാണ് ഇതിൽ വരുന്നത്. അത് ഏതൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. അൾട്രാ ഡ്രൈ കവർ, പിന്നെ എയറോജൽ ഫോം ലെയർ, പിന്നെ ഹാലോ മെമ്മറി ഫോം ലെയർ, പിന്നെ എയറോഫ്ലക്സ് സ്പ്രിംഗ് ലെയർ, പിന്നെ HRX എഡ്ജ് സപ്പോർട്ട് ലെയർ, പിന്നെ ലാസ്റ്റ് വൺ ആന്റി സ്കിൽ ലെയർ. അപ്പൊ ഈ അവസാനം പറഞ്ഞ ആന്റി സ്കിൽ ലെയർ എന്താന്ന് വെച്ചിട്ടുള്ളത് ഈ കാണാനുള്ളത് ഈ ഗ്രിപ്പ്. അതായത് ഇപ്പൊ നമ്മൾ കട്ടിൽ ഈ ബെഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിൽ നിരങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രിപ്പാണ് കേട്ടോ ഇത്. അതുപോലെ നമുക്ക് ഇത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും വിരിച്ച് കഴിഞ്ഞാൽ ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാട്രസ് എന്നാലും സെറ്റ് ആവും കേട്ടോ. എമ്മ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. ബെഡൊക്കെ എല്ലാവരും കണ്ടില്ല. ഇനി നമ്മൾ കാണിക്കാൻ പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരീക്ഷണങ്ങളാണ്. എല്ലാവരും ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് ഇവിടെ നോക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ കയ്യിൽ ഞാൻ കടയിൽ പോയി കണ്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലൊരു മുട്ട പൊട്ടിയിട്ടുണ്ട്. ഒറിജിനൽ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. ഒറിജിനൽ മുട്ടയാണ്. അപ്പൊ ഇതിൽ പൊട്ടാത്ത മുട്ട എന്താക്കും, കഴുകിയിട്ട് ഞാൻ അതിൽ വെക്കും, അല്ലെങ്കിൽ ബെഡിന്റെ പണി വരും. ഓക്കെ, അപ്പൊ നമ്മള് മുട്ട ഇവിടെ കയ്യിലുണ്ട്. ഇതിന് മുകളിൽ ആരോ കയറി കുത്തിരുന്നിക്കണേ. ഇവിടെ തന്നെയാണ് കയറി കുത്തിയിരുന്നത്. മുട്ട പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഒറിജിനൽ മുട്ടയാണ്. പൊട്ടിയ മുട്ട ഇതാ. പൊട്ടീനോന്നുള്ളത് നോക്കട്ടെ, പൊട്ടീനോന്നുള്ളത് നോക്കി തുടച്ചാൽ മതി. ഓക്കെ, ഈ മുട്ടയ്ക്ക് വലിയൊരു പ്രശ്നം കാണാനില്ല. പൊട്ടണുണ്ടോ പൊട്ടണില്ലേ നോക്കാൻ വേണ്ടി ഇപ്പോൾ ആദ്യം സിനു ഒന്ന് കിടക്കും. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് കൂടി. സിനു ഏകദേശം 50 കിലോ ഉണ്ട്, ഞാൻ ഏകദേശം 90 കിലോ ഉണ്ട്. അപ്പോൾ 50 കിലോ ഉള്ള സിനുവിനെ ആദ്യം കെട്ടിയിട്ട് ഇത് പൊട്ടുണ്ടോ നോക്കിയതിന് ശേഷം 90 കിലോ ഉള്ള ഞാൻ കടന്നിട്ട് ഇത് പൊട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ഇതേ സിസ്റ്റം നമ്മൾ എന്താക്കും, ഗ്ലാസ്സിലൊന്ന് ചെയ്ത് നോക്കും. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരും ചെയ്യാം ഗൈസ്. ആയില്ലേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട അവിടെ വെച്ചില്ലേ, ഒരാളുടെ നീളത്തിന് ഈ മുട്ട ഞാനിവിടെ വെക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അങ്ങനെ പരത്തിയിട്ടൊക്കെ വെക്കാം നമുക്ക്.
പരത്തിയിട്ടൊക്കെ വെക്കാം. അതിൻ്റെ മുകളിൽ കിടക്ക് സിനു. ആ മുട്ടയുടെ മുകളിൽ കിടക്ക് ഗൈസ്. സിനു കയറുന്നില്ല, അത് പൊട്ടുന്നാണ് ഓടും. അപ്പൊ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കടക്ക്. ഇജ് പൊട്ടുണ്ടോ ഇല്ലെന്ന് കടക്ക്. ഈ പിന്നെ അഭിനയിച്ച് പൊങ്ങി കിടക്കുന്നു വേണ്ട, എൻ്റെ ഫുൾ ലോഡ് എടുത്ത് കടന്നോ. കടക്കടി ജസ്റ്റ് ഇയാൾ ഇരുന്നോ കടന്നോ പ്രശ്നമല്ല. പിന്നെ അവള് കടക്കുണ്ടോ ഇല്ലേന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഉരുണ്ട് വീണ് പൊട്ടിക്കരുത്. ബെഡുമുള്ള പൊട്ടല് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കടക്ക്, അതിന്റെ മോള് കടക്ക്. നിക്ക് മുട്ട ഞാൻ ഇട്ടരാ ഗൈസ്. കടക്ക് നിക്ക്. മുട്ട എവിടെ ഇല്ലല്ലോ. ഇനി അതേമാതിരി നീക്ക്. ഏതെങ്കിലും മുട്ട പൊട്ടിക്കണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലല്ലോ. ഞാൻ ഫുൾ ലോഡ് എടുത്തില്ലേ. ഇനി ഞാൻ 90 കിലോ ഉള്ള ഞാൻ കടക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അത് ഓരോരുത്തർ കണ്ട എന്റെ ബോഡി പലതും പല സൈസല്ലേ. പലയിടത്ത് വെച്ചിട്ട് ഞാൻ കടക്കും. ഞാനിതാ ആ മുട്ട എന്റെ മുഖത്ത് ടച്ച് ചെയ്യണത് പോലും എനിക്കറിയില്ല. എന്നെ 4 പുറന്ന് കാണിക്ക്. ഫുൾ ലോഡാണ്. എന്റെ ഇവിടെ തൊട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയും ഫുൾ ലോഡാണ്. ഞാൻ നീക്ക മുട്ട ഉണ്ടോ? എന്റെ ഇടുപ്പിൽ വരെ മുട്ട ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല ഇത് മുട്ടല്ലേ? നമ്മളെ അടുത്ത പരീക്ഷണാണ്. ഇവിടെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഏകദേശം ഈ ഒരു സൈഡിലായിട്ട് ഞാനിത് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ ഈ ഒരു ബെഡിന്റെ മുകളിൽ കയറി നിന്നാൽ അവിടെ നിന്ന് ചാടിയാലും ഈ ഒരു ഗ്ലാസ്സിനൊന്നും പറ്റൂല എന്നാ പറയുന്നത്. ഇതൊന്ന് കയറി നിന്നിട്ട് ചാടി സിനു. അതായത് ഞാൻ ഇവിടെ സെൻട്രൈസിൽ നിൽക്കുന്നുണ്ട്. കയറുന്നോ? പേടിയുണ്ടോ? ആ ഇനി അവിടെ നിന്ന് ചാട്. ആ നമ്മുടെ കുപ്പി ഗ്ലാസ്സിന് ഒരനക്കവും വീഴുന്ന പോലും ഇല്ല. അതാണ് അതിൻ്റെ മാറ്റം വരുന്നത്. കണ്ടില്ലേ? ചാട്. കണ്ടോ? ഈ അവിടെ എന്ത് കാട്ടിയാലും ഗ്ലാസ്സിനൊരു അനക്കം സംഭവിക്കില്ല. അതായത് നമ്മൾ നിൽക്കുന്നിടത്ത് മാത്രമേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബെഡ് എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ കുറേ കുത്തി മറിഞ്ഞിട്ട് മുട്ടയിൽ കടന്നിട്ട് ഒക്കെ ഫുൾ ട്രസ്റ്റാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയല്ല. കിടക്കാനും നല്ല കംഫർട്ടാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളി. രാജകീയമായിട്ട് കടന്നുറങ്ങുക ഗൈസ്, സുഖമായിട്ട് കടന്നുറങ്ങുക. ഉറക്കം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ഘടകമാണ്. സുഖമായിട്ട് കിടക്കാൻ പറ്റുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കംഫേർട്ടായിട്ട് കിടക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പം എന്തായാലും ബെഡ് ഇഷ്ടമായില്ലേ? അപ്പോൾ ഗായ്സ് എമ്മ ബെഡ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 55% ഡിസ്കൗണ്ടിലാണ് വെബ്സൈറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൂപ്പൺ കോഡായിട്ടുള്ള KTD55 എന്നുള്ളത് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 15% ഡിസ്കൗണ്ട് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ മറക്കണ്ട, എമ്മ ബെഡ് എല്ലാവരും പർച്ചേസ് ചെയ്തോളി. സംഭവം പൊള്ളിയാണ്.